ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ ആദ്യമായി കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡ് എന്തൊക്കെയാണെന്ന് നോക്കാട്ടോ. ടിക്കറ്റ് ഫിനാലയിൽ വിൻ ചെയ്യുന്ന ഒരാൾ പോകുന്നത് ആദ്യമായിട്ടാണ് അല്ലേ? ഇത് നമ്മൾ തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഫിനാലയിൽ വന്നിട്ട് അതിൽ ഒരാളെ തൂക്കുക എന്ന് പറയുമ്പോൾ തീരെ പ്രതീക്ഷിച്ചില്ല. പിന്നെ അവർ പ്രവൃത്തിയിലൂടെ നമുക്ക് നോക്കുമ്പോൾ അത് പോകേണ്ട തന്നെയാണെന്ന് തന്നെയാണ് നമുക്ക് തോന്നിയത്. നൂറ് പുറത്ത് പോയി, 100 എവിക്റ്റായി. 100യുടെ എവിക്ഷൻ ലാസ്റ്റ് 2 ദിവസത്തെ 100യുടെ കളത്തരാണ് പോകാൻ തന്നെ കാരണം എന്നാണ് നമുക്ക് നന്നായി തോന്നിയത്. 100 എവിക്റ്റാകാൻ മെയിൻ കാരണം എന്താണ്? റീ എൻട്രിയിൽ വന്ന ആളുകളുടെ സംസാരം കേട്ടിട്ട് മാനിപ്പുലേഷനിൽ ആദ്യമേ 100 അങ്ങോട്ട് വീണു. കൂടെയുള്ള ഇതുവരെയും കൂടി ഉണ്ടായിരുന്ന അനുമോളിനെ തള്ളിപ്പറഞ്ഞ് അങ്ങോട്ട് പ്രേക്ഷകരുടെ സപ്പോർട്ടൊക്കെ കൊണ്ട് കുറഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ 100 പുറത്തു പോകാൻ തന്നെ കാരണം. ശരി തന്നെയല്ലേ? പിന്നെ ഇന്നലെ വന്നിട്ട് കാറ്റത്തെ കിളിക്കൂട് എന്നുള്ള സീരിയലിൻ്റെയും പിന്നെന്താണ് അഡ്വക്കേറ്റ് അഞ്ജലി എന്നുള്ള സീരിയലിൻ്റെയും ട്രയൽ ലോഞ്ചിന് വേണ്ടിയിട്ട് സീരിയൽ ആക്ടേഴ്സൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നു, ഈ സീരിയൽ ഈ ടൈമിനാണ് ഇടുന്നത്, എല്ലാവരും അത് കാണുക, ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരോടും സംസാരിച്ചിട്ട് പോയി. പിന്നെ നെവിൻ വന്നിട്ട് 100ഓട് ചോദിക്കുന്നുണ്ടായിരുന്നു, അനുമോൾ മിണ്ടിയോ എന്ന്. അപ്പോൾ 100 പറയുന്നു, എന്നോടൊന്നും സംസാരിക്കുന്നതില്ല, ഞാനും സംസാരിക്കാൻ പോയില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എന്നോട് സംസാരിക്കുന്നില്ല, ഞാൻ എന്താ ചെയ്യുക, എന്നോട് സംസാരിക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് സംസാരിക്കും എന്നുള്ള രീതിക്ക് 100 ഒന്നും അനുമോളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അത്രേ. ഇവിടെ ഈ കാണുന്നവരൊക്കെ പൊട്ടന്മാരാണല്ലോ അല്ലേ? എങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അക്ബറും 100ഉം കൂടിയിട്ട് അങ്ങോട്ട് അനുമോളെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു ആവശ്യമില്ലാണ്ട്. ഇത് ആവശ്യമാണ്. ഇവിടെ ഇപ്പോഴും പടക്കം പൊട്ടിക്കുകയാണ് ആൾക്കാർ. അപ്പോൾ ഈ നമ്മുടെ നായ്ക്കുട്ടിയാണെങ്കിൽ പേടിച്ചുകൊണ്ടേ കരഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇന്ന് സൗണ്ടൊക്കെ ഒന്ന് കമ്മിയാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ. ദീപാവലിയൊക്കെ കഴിഞ്ഞു, ഇപ്പോഴും അയൽവക്കത്തുള്ള ആൾക്കാരങ്ങോട്ട് പൊട്ടിക്കും. പിന്നെ അവരുടെ ഇഷ്ടമല്ലേ, നമുക്കൊന്നും പറയാനില്ലല്ലോ. എന്താണ് ഞാൻ പറഞ്ഞത്? അക്ബറും 100ഉം ചേർന്നിട്ട് അനുമോളെ വല്ലാണ്ട് അങ്ങോട്ട് കുറ്റം പറഞ്ഞുകൊണ്ടേ ഉണ്ട്. ഈ ഫൈനലായി, ഇനിയിപ്പോൾ കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ? അത് എന്ത് ഇങ്ങനെ ഇവരുടെ സ്വഭാവമേ അറിയണില്ല. ഇവർക്ക് ഈ പറഞ്ഞിട്ടൊന്നും മതിയാവണില്ല. ഈ ഫൈനൽ ആരാ വിൻ ചെയ്യുക? നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ എന്താണ്? നിങ്ങൾ ആരാ വിൻ ചെയ്യുക എന്നുള്ളത് കമൻറ്റ് ചെയ്യുമോ? ഫൈനൽ കഴിയുമ്പോൾ പുറത്ത് ഇനി എന്തൊക്കെയാണ് സംഭവിക്കുകയെന്ന് നമുക്ക് നോക്കാം അല്ലേ? ഇതൊക്കെയാണ് കേട്ടോ ഇന്നലത്തെ എപ്പിസോഡൊക്കെ. ഇനി ഇതാ അന്ന് ഫൈനലാണ്, അന്ന് അറിയാം ആരെ പുറത്തു പോകുന്നുള്ളത്. വീണ്ടും നാളെ കാണാം. സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. ബൈ.